ക്യാൻസറും നിരവധി രോഗങ്ങളും ബാധിച്ച വീട്ടമ്മ ചികിത്സാ സഹായം തേടുന്നു. മുള്ളരിക്കുടി കൊന്നത്തടി പഞ്ചായത്തിലെ മുള്ളരിക്കുടിയിലെ അനാഥയായ വീട്ടമ്മ ചികിത്സാ സഹായം തേടുകയാണ്. മുതുപ്ലായ്ക്കൽ പെണ്ണമ്മ ജോണാണ് ദുരിതങ്ങൾക്ക് നടുവിൽ മറ്റുള്ളവരുടെ കാരുണ്യം തേടുന്നത്. ക്യാൻസറും നിരവധി രോഗങ്ങളും ബാധിച്ച വീട്ടമ്മ ചികിത്സാ സഹായം തേടുന്നു. മുള്ളരിക്കുടി കൊന്നത്തടി പഞ്ചായത്തിലെ മുള്ളരിക്കുടിയിലെ അനാഥയായ വീട്ടമ്മ ചികിത്സാ സഹായം തേടുകയാണ്. മുതുപ്ലായ്ക്കൽ പെണ്ണമ്മ ജോണാണ് ദുരിതങ്ങൾക്ക് നടുവിൽ മറ്റുള്ളവരുടെ കാരുണ്യം തേടുന്നത്. മാനസിക രോഗിയായ മകൻ മാത്രമാണിപ്പോൾ ഈ അമ്മയ്ക്കൊപ്പമുള്ളത്. ക്യാൻസറിനൊപ്പം ഹൃദ്രോഗവും പിടിപെട്ട പെണ്ണമ്മ മറ്റുള്ളവരുടെ കാരുണ്യം കൊണ്ടാണിപ്പോൾ ജീവിക്കുന്നത്. ഇതിനിടെ ഒരു കൈ ഒടിയുകയും ചെയ്തു. എന്നെ നോക്കാൻ ആരുമില്ല. എനിക്ക് 2-3 പിള്ളേരുള്ളത്. ഒരാൾ മാനസിക രോഗിയാണ്, അവൻ എൻ്റെ കൂടെയുണ്ട്. മറ്റേ ഒരാൾ മലപ്പുറത്താണ്, അവന് കൂലിപ്പണിയാണ്. ഒരു പെണ്ണുണ്ടായിരുന്നു, അതിനെ കല്യാണം കഴിച്ചു വിട്ടു. എല്ലാവരും കൂലിപ്പണിക്കാരാണ്. അതുകൊണ്ട് ആർക്കും എന്നെ നോക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് എനിക്ക് സന്മനസ്സുള്ളവർ എന്തെങ്കിലും സഹായം ചെയ്ത് എന്നെ സഹായിക്കണമെന്ന്. ഇപ്പം ഞാൻ കഴിയുന്നത് അയൽവക്കംകാരെനിക്ക് ഉപജീവന മാർഗത്തിനും വല്ലതുമൊക്കെ എൻ്റെ അയൽവക്കത്തുള്ളവരൊക്കെ മേടിച്ച് തരുന്നു. ചെറിയ സാമ്പത്തികമായിട്ടും സഹായിച്ച് അതിങ്ങനെയാണ് ഞാൻ ആശുപത്രിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചികിത്സയ്ക്കും ഭക്ഷണത്തിനും വകയില്ലാതെ പെണ്ണമ്മ വിഷമിക്കുകയാണ്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ്, വൈസ് പ്രസിഡന്റ് TP മൽക്ക എന്നിവർ വീട്ടമ്മയ്ക്കരികിലെത്തി ദുരിതാവസ്ഥ നേരിൽ കണ്ടു. പെണ്ണമ്മയുടെ ചികിത്സയ്ക്കായി സന്മനസ്സുള്ളവരുടെ സഹായം അഭ്യർത്ഥിച്ചു. ഒരുപാട് ആളുകൾ, നല്ല മനസ്സുള്ള ആളുകൾ, സഹായം നൽകാൻ കഴിയുന്ന ആളുകൾ സഹായം എത്തിച്ചാൽ മാത്രമാണ് ഇവരുടെ ചികിത്സയും മറ്റു ജീവിത ചെലവുകളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് തന്നെ ഇങ്ങനൊരു ദുരിതാശ്വാസ നിധി രൂപീകരിച്ച് പെണ്ണമ്മ ചേച്ചിക്ക് ആവശ്യമായ സഹായം നൽകാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങളെ കൊണ്ട് തനിയെ കഴിയില്ല. നല്ലവരായ ആളുകൾ സഹായിച്ചാൽ മാത്രമേ അതിനൊരു സാധ്യമാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, നല്ല മനസ്സുള്ള സുമനസ്സുകളായ ആളുകൾ പെണ്ണമ്മ ചേച്ചിയുടെ ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.